അന്നേരം ഞാൻ ഈ പച്ചക്കറി മേടിക്കാൻ വേണ്ടി കടയിലോട്ട് പോയി. കുറച്ച് മല്ലിയിലയും ക്യാരറ്റും ബീട്രൂട്ടും അങ്ങനെയുള്ള നെല്ലിക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല കപ്പ ഇരിക്കുന്നേ. എന്നാൽ ഞാൻ ഓർത്തുന്ന കപ്പയും അയലയും മേടിച്ച് അയല കറിയും വെച്ച് കപ്പ വേവിച്ചും നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ 6 മണിയൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ വിശപ്പുള്ളതാണ്. അന്നേരം ആ സമയത്ത് ഇങ്ങനെ കഴിക്കും. പക്ഷെ മോൾ ഈ കപ്പയൊന്നും കഴിക്കത്തില്ല. ഞാനും ഹസ്ബൻഡും മാത്രമേ ഇത് കഴിക്കുകയുള്ളൂ. അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഇതൊക്കെ കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്നാ ജീവിതമാണ്. അപ്പം ഞാനത് എല്ലാം ഉണ്ടാക്കി അടുപ്പത്തൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ ഈ മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഞാൻ വെക്കുന്ന വിധം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ അരിഞ്ഞിട്ട് ഞാൻ ഇത് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു സൈസ് ടിൻ ഇതുപോലെ മേടിച്ചെന്ന് അതിന് പറയാൻ ഒരു ടിന്ന് പോലൊരു സാധനം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്തോട്ട് ഇത് വെച്ച് അടച്ച് വെള്ളം പോലും തൊടാതെ വേണം വെക്കാൻ. അങ്ങനെ അതൊരു 5-6 എണ്ണം ഉണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാം കൂടെ ആക്കി ഓരോരോ ഇതിലാക്കി വെച്ച് കണ്ടെയ്നറിൽ വെച്ചിട്ട് ഞാൻ അതങ്ങ് അടച്ച് വെക്കും. അപ്പോൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുമ്പം കുറച്ച് ദിവസം അത് കേടാകാതിരിക്കുമെന്ന് എനിക്കങ്ങനെയാണ്. പിന്നെ എല്ലാവർക്കും എനിക്കറിയില്ല, എൻ്റെ ഓരോ ടിപ്പാണ് ഇതൊക്കെ. അത് ഞാൻ അവിയലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേന് നിങ്ങളാരും ഒന്നും ചോദിച്ചൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അങ്ങനത്തെ ഒരു അവിയലൊന്ന് വെച്ച് നോക്കൂ, അപ്പം നിങ്ങൾക്കത് മനസ്സിലായിക്കോളും. പിന്നെ ഇതെല്ലാം അരിഞ്ഞ് വെറുക്കിയെല്ലാം ഫ്രിഡ്ജിനകത്തെല്ലാം വെക്കണം. അതൊക്കെ ഒരു ജോലിയാണ്. പിന്നെ ഈ പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ്. ഇതൊന്നും വെള്ളം തൊട്ട് കഴുകാനൊക്കെയോ കഴുകി കഴിഞ്ഞാൽ ഇച്ചിരി ഈർപ്പോ വെള്ളം ഉണ്ടെങ്കിൽ ഉടനെ ഇതങ്ങ് അഴുകിപ്പോവും. അതുകൊണ്ടൊന്നും വയ്യാത്ത അവസ്ഥയാണ്. അപ്പം പിന്നെ ഞാനൊന്നും കഴുകാൻ പോകത്തില്ല. എടുക്കുമ്പം മാത്രം കഴുകിയോ മഞ്ഞൾപ്പൊടിക്കകത്തിട്ടൊക്കെ കഴുകി എടുത്തിട്ടാണ് പിന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെല്ലാം എടുത്തൊന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ച് പച്ചമുളക് കണ്ടോ, പച്ചമുളക് ഞെട്ടെടുക്കാതെ അതിനകത്ത് തന്നെ അടച്ചങ്ങ് വെക്കുക. ആവശ്യത്തിന് മാത്രം എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക. ഈർപ്പം പോലും വല്ലതും വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും പറ്റത്തില്ല. അതെല്ലാം പിന്നെ ഞാൻ ഫ്രിഡ്ജിനകത്താക്കി അങ്ങ് അടച്ചു.